ചാവക്കാട് ബീച്ചിക്ക് വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് എണ്ണക്കടികൾ മേടിച്ചിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അഞ്ചുവിന്റെ കൂടെ നടന്ന് കഴിക്കാന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എണ്ണക്കടികൾ മേടിച്ച് അമ്മേന്റെ ഉണ്ണിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അവർ കുറച്ചപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാർക്കിൽ. ബീച്ചിന്റെ സൈഡ് ആവുമ്പോ പറയണ്ടല്ലോ, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവുന്നു. പിന്നെ കുറച്ച് ഉപ്പിലിട്ടതും ഉണ്ട്. കണ്ടപ്പോ അതും കുറച്ച് മേടിച്ചിട്ട് പോവാന്ന് കരുതിയേ. ഉപ്പിലിട്ടത് കാണുമ്പോ തന്നെ വായിൽ വെള്ളം ഊർന്ന അവസ്ഥയായിരുന്നു. പിന്നെ നമ്മളതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ചു നേരം നടക്കാന്ന് കരുതി. കാരണം ഞങ്ങൾ നല്ല വെയിലുള്ള നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്ന. വെയിൽ ആറിയപ്പോ ഇങ്ങോട്ട് പോരുകയാണ്. പോകുന്ന വഴിക്ക് പിന്നെയും പുളിയച്ചാർ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. 80s-നും 90s-നും എല്ലാവരും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ 1 രൂപ 2 രൂപയ്ക്കൊക്കെ 2-3 എണ്ണം മേടിച്ച് ഇങ്ങനെ കഴിച്ചു വരുന്നതും. അതും കഴിക്കുന്ന സ്റ്റൈൽ എങ്ങനെയാ, ആ പ്ലാസ്റ്റിക് കൂടെ ഇങ്ങനെ കടിച്ചു വലിക്കുക. അതേപോലെ തന്നെയായിട്ട് ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോഴും കഴിച്ചത്. ഞാൻ കിട്ടിയത് 2-3 എണ്ണം അകത്താക്കി. അത്രയും ടേസ്റ്റ്. പണ്ടത്തെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് നടക്കുമ്പോൾ കാറ്റാടി കണ്ടു കേട്ടോ. അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നേ. കുറച്ച് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തതിന് ക്ഷീണിച്ചപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീമും മേടിച്ച് കഴിച്ച് പിന്നെ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കുകയായിരുന്നു. റീൽസ് എടുത്ത് എല്ലാവരും ക്ഷീണിച്ചൊരു അവശനായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വെള്ളം ഐസ്ക്രീമും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വെയിലൊക്കെ ആറി കണ്ടു. അപ്പോഴേക്കും ഞങ്ങൾ കടലിലവിടെ പോയി കുറച്ച് നേരം കളിച്ചു കേട്ടോ. ഇവിടെ നല്ല ആഴമുള്ള പോലെ ഉണ്ട്. എന്നാലും നമ്മൾ കരയുടെ അവിടെ നിന്നിട്ടാണ് കേട്ടോ കളിച്ചിരുന്നത്. പണ്ടൊക്കെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ അത്ര ഇഷ്ടമല്ല. ഇപ്പൊ ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അവന്റെ കൂടെ നിൽക്കുകയായിരുന്നു കേട്ടോ. വലിയ വലിയ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് തിരിച്ച് നല്ല ബ്ലോക്കിലും പെട്ടതിന് ശേഷം പിന്നെ നൈറ്റ് ഫുഡ് നമ്മള് അൽഫാമും പൊറോട്ടയാണ് കേട്ടോ കഴിച്ചത്. എന്തായാലും ആ ഒരു ഫുഡ് അടിപൊളിയായിരുന്നു. ഇന്ന് ഫുള്ളൊരു ഫുഡ് അടി ഡേ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ.